ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാം. പെൻ ടൂൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട് പി ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊന്ന് കറക്റ്റ് സൂം ചെയ്യുക. ഫോട്ടോ സൂം ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അധികം എഡ്ജിലേക്ക് പോകാതെ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മാക്സിമം വൈറ്റ് കളർ കയറാൻ പാടില്ല. വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കയറാതെ നമ്മൾ മാക്സിമം കട്ട് ചെയ്തിടണം. പെൻ ടൂൾ ഫസ്റ്റൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ തൊട്ട് ഈസി ആവും. ഏറ്റവും കൂടുതൽ ഈസി പെൻ ടൂൾ യൂസ് ചെയ്യാനാണ്. പെൻ ടൂൾ നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും. നമ്മളൊരു ജസ്റ്റ് പെൻ ടൂൾ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പെൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള ടൂള് പെൻ ടൂളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ക്ലാസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോഷോപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. പെൻ ടൂൾ നമ്മളപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരോ കീ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നന്നായി ഇപ്പോൾ ഔട്ട് സൈഡ് അധികം വരാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എഡ്ജൊക്കെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യുക. മാക്സിമം മിസ്സാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചലിപ്പിച്ചാൽ മതി. കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് കൈ കിട്ടും. മാക്സിമം നമ്മളൊന്ന് ഈ പെൻ ടൂൾ മാക്സിമം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വീട്ടിൽ പെൻ ടൂൾ മാക്സിമം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് പെൻ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. പെൻ ടൂൾ വെച്ചിട്ടാണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. മാക്സിമം ഫോട്ടോഷോപ്പിൽ പെൻ ടൂളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം എല്ലാവരും ഡ്രോയിങ്ങിന്. പിന്നെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർക്ക് ഏത് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി നോക്കുക. പെൻ ടൂളാകുമ്പോൾ കറക്റ്റ് ഒരു ആംഗിളിൽ വെച്ചിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കണം എങ്ങനെയാണെന്ന് നമുക്ക് പഠിപ്പിക്കാം. ഞാൻ പഠിപ്പിച്ചു തരും. അതൊക്കെ ഇങ്ങനെ പതിയെ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ 15 ദിവസം കൊണ്ട് ഞാൻ അത്യാവശ്യം എല്ലാതും എടുത്ത് തീർക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ആയില്ല. ഇനി നമ്മൾ ഇതിന് നമ്മൾ സെലക്ഷൻ കൊടുക്കണം. സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ ഇതിനൊരു എന്താ പറയുക, എഡ്ജൊക്കെ നല്ല ഫെദർ ചെയ്യണം. അപ്പോൾ എന്താ പറയുക, മേക്ക് സെലക്ഷൻ കൊടുക്കുക, 1.5 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി ചെയ്യാൻ Ctrl+C+V. ഇപ്പോൾ ഒരു ലെയർ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. Ctrl+N പുതിയ ഡോക്യുമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല വലുപ്പമുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് ഇൻ്റർനാഷണൽ പേപ്പർ A4 സൈസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വരും. ഇതിനകത്ത് നമ്മളൊരു ഇതെടുത്ത് ഇപ്പുറത്തോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെ എല്ലാ ടൂൾസും നമ്മൾ ഒന്ന് നന്നായി അത്യാവശ്യം നേരത്തെ പറഞ്ഞല്ല, പെൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ സൂം ചെയ്തിട്ട് വേണം പെൻ ടൂൾ യൂസ് ചെയ്യാൻ. അതിപ്പോൾ ഹെയർ കട്ട് ചെയ്യുമ്പോഴും എങ്ങനെയായാലും. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരിക, അപ്പോൾ നമ്മൾ ഫ്രീഡം പെൻ ടൂൾ യൂസ് ചെയ്യുക. ഫ്രീഡം പെൻ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളത്. ഇത് നമ്മൾ മറ്റേ ലേസർ ടൂൾ യൂസ് ചെയ്യുന്ന പോലെയാണ് ഈ ടൂളും. പക്ഷേ ഇത് സെലക്ഷൻ വീടില്ല. ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും. മറ്റേതാണെങ്കിൽ ലേസർ ടൂളാണെങ്കിൽ അപ്പം തന്നെ സെലക്ഷൻ വീഴും. ഇത് പാത്ത് മാത്രമേ വരത്തുള്ളൂ. ഈ ടൂൾ യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇതൊന്നും കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൗസ് പോയിൻ്റ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ മൗസ് പോയിൻ്റ് യൂസ് ചെയ്ത് കുറച്ചും കൂടി ഈസിയാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് അനദർ പോയിൻ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സൂം ചെയ്യാം. ഇവിടെ നമ്മുടെ പെന്നിൻ്റെ ഇതുണ്ടല്ലോ, ഇതിനകത്ത് പെൻ ടൂള് പുതിയ പോയിൻ്റ് ആഡ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡിലീറ്റ് പോയിന്റ്, ഇവിടെ വലിയ പോയിന്റ് ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുക. മൈനസ് പ്ലസ് അങ്ങനെ ഓരോ ടൂൾസ് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ കൺവേർട്ട് പോയിന്റ് ആണ്.
ഈ ഭാഗം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ആകൃതി, ഷേപ്പ് ഇതൊക്കെ ഇങ്ങനെ മാറ്റും റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. പെൻ ടൂള്, ഇതാണ് പെൻ ടൂള് യൂസ് ചെയ്യണം. ഇന്ന് പെൻ ടൂളിൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ പെൻ ടൂള് ശരിക്കും നിങ്ങളൊന്ന് ശരിക്കും നന്നായിട്ട് പഠിക്കണം. പെൻ ടൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് കുറച്ചും കൂടി ഒരു ആളെ കട്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനും പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെ മോഡിഫൈ ചെയ്യാനും കുറച്ചുകൂടി നല്ല കളറി ആക്കാനും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മളത് പഠിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ 15 ദിവസം കൊണ്ട് കറക്റ്റ് ക്ലാസ് ഫുള്ളായിട്ട് തീർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു.